Hey all, this is me Arun here, your coach, your mentor, your trainer in trading. ഇന്ന് നമ്മൾ നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി ഒരു ഹ്യൂജ് റാലി ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഒരു 50-100 പോയിന്റ്സോളം നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നെങ്കിൽ തന്നെ നമ്മളിത് സ്മൂത്ത് ആയിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് കുറേ അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നൊരു ഉച്ചയൊക്കെ സമയമായപ്പോഴത്തേക്ക്, അതായത് ഫസ്റ്റ് ഒരു 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ലൈക്ക് ഐ ബിലീവ് 145 സംതിങ് ആയിരുന്നു ടാർഗറ്റ്. അത് കഴിഞ്ഞ് 200+ അത് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു റാലി നല്ല സ്മൂത്ത് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും, അത് മാത്രമല്ല നാളെ നമ്മൾ മാർക്കറ്റിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതും. ഫസ്റ്റ് ഓഫ് ഓൾ സീ ഹിയർ, നമ്മളിന്ന് ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലെ തന്നെ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലൈവ് എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് മൈ സെക്കൻഡ് യൂട്യൂബ് ചാനൽ ലൈവ് ട്രേഡ് പോകുന്നുണ്ട്, ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എങ്ങനെ നമ്മൾ 9:15 to 9:16 നമ്മൾ ട്രേഡ് എടുത്തു എന്നുള്ളത്. ചില സമയങ്ങളിൽ നമുക്കിത് എടുക്കാം. ഇന്നത്തെ ലൈവ് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് ഇൻഡെപ്ത് കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഓൾ ടൈം ഹൈയിൽ എങ്ങനെയാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്, പലരുടെയും ഡൗട്ടാണ്. അത് OA അനാലിസിസ് വെച്ച് എങ്ങനെ ചെയ്യാമെന്നും ഞാൻ ഇന്നത്തെ ലൈവിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെ ലൈവ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക. കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ലേൺ ചെയ്യാനും പറ്റും, ഏൺ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് സീ ഹിയർ, ഈ ഒരു റാലി ആയിരുന്നു നമുക്ക് ഇന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ നാളെ എങ്ങനെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി നമ്മൾ ബുള്ളിഷ് ആണ്. മിഡ് ക്യാപ്പിൽ നമ്മൾ സൈഡ് വേസ് ആണ് നിൽക്കുന്നത്. നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 26,200, അതായത് ഈ ഒരു റേഞ്ചിന് മുകളിൽ ഇന്നത്തെ ഓൾമോസ്റ്റ് ഹൈ, ലിറ്ററലി ഹൈ എന്ന് നമുക്ക് പറയാൻ കൺസിഡർ ചെയ്യാൻ പറ്റും. 26,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 26,300, 26,400 ആൻഡ് ഫൈനലി 26,500 വരെ പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. നോക്കാം, നാളെ തന്നെ പോകണമെന്നില്ല. ബട്ട് എന്നാലും ഈ ഒരു 1 വീക്ക് കൊണ്ട് 1.5 വീക്ക് കൊണ്ട് 26,500 എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് സീ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. അടുത്ത നമുക്ക് നോക്കാം നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് ഇന്ന് നല്ലൊരു റാലി തന്നു. ഫസ്റ്റ് നമ്മൾ ഫിൻ നിഫ്റ്റി ക്യാച്ച് ചെയ്ത് ലേറ്റർ നമ്മൾ നിഫ്റ്റി ബാങ്കിലോട്ട് പോകുമായിരുന്നു. അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഈ ഒരു റാലി തരികയും നമ്മളുടെ എല്ലാ ടാർഗറ്റ്സും ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചെയ്യുന്ന ട്രേഡ്സുകളെല്ലാം തന്നെ നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. വെറും 1000 rupees മാത്രമാണ് ഒരു മാസത്തേക്ക്. എടുക്കുന്ന ട്രേഡ്സ് എല്ലാം തന്നെ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല കുറേ അധികം നമ്മൾ അവിടെ ആഡ് ഓൺ ചെയ്യാനും പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ട്രേഡ്സ് എല്ലാം തന്നെ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 54,400 മുകളിൽ നാളെ നിഫ്റ്റി ബാങ്ക്, അതായത് ഈ ഒരു റേഞ്ചിന് മുകളിൽ നാളെ നിഫ്റ്റി ബാങ്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഫിൻ നിഫ്റ്റി. മിഡ് ക്യാപ്പ് നമ്മൾ സൈഡ് വേസ് ആണ്. മിഡ് ക്യാപ്പിലോട്ട് നമ്മൾ അങ്ങനെ പുഷ് ചെയ്യുന്നില്ല. നമ്മൾ ഫിൻ നിഫ്റ്റിയാണ് അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 25,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ഇത് നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ കൺസിഡർ ചെയ്യാൻ പറ്റും. നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി, ഈ മൂന്നൂടെ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർബായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നല്ല റിസൾട്ട് തരാനായിട്ട് പ്രോബബിലിറ്റി നമുക്ക് അവിടെ ഉണ്ട് താനും. അടുത്ത നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ക്രൂഡ് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഇന്ന് രാവിലെ ഒരു 10 മണി 11 മണി ആ റേഞ്ച് തൊട്ട് തന്നെ ആദ്യം തൊട്ടേ നല്ലൊരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടായിരുന്നു. ഇന്നും അത് അത്യാവശ്യം ഇപ്പോഴും ഈ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് ലൈക്ക് 7:15 ആയിട്ടുണ്ട്. 7:15 ആയപ്പോഴും അത് ഓൾമോസ്റ്റ് നല്ലൊരു ബ്രേക്ക് ഡൗൺ തരുന്നുണ്ട്. ഈ ഒരു സെർട്ടൻ റേഞ്ചിൽ നിന്ന് ഫോളോ ആകുകയാണെങ്കിൽ 5,528, ലെറ്റ്സ് സേ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് 5,500 to 510 വരെ റേഞ്ചിൽ അത് ഫോളോ ആകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 28 തന്നെയാണ്. ഓക്കെ, ആ റേഞ്ചിലോട്ട് പോവുകയും നമുക്ക് പിന്നെ ട്രെയിൽ ചെയ്ത് പോകാം സൈക്കോളജിക്കൽ ലെവൽ എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് 2-3 സ്റ്റോക്സുകൾ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ITC ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് നാളുകളായിട്ട് അത് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടായിരുന്നു, ബട്ട് അത്ര സ്ട്രോങ് പുള്ളല്ല തന്നത്. ബട്ട് ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 520 to 523 റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുവാണ്. ഈ ഒരു റേഞ്ചിൽ തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഈ ഒരു റേഞ്ചിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ITCയിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. അതിനെ ട്രെയിൽ ചെയ്ത് പോകാം. ടാർഗറ്റ്സും ഡീറ്റെയിൽസും എല്ലാം സൂൺ നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. അടുത്ത നമുക്കൊന്ന് റിലയൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഓൾമോസ്റ്റ് നിഫ്റ്റി പുഷ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ആദ്യമേ നമുക്ക് അത്ര നല്ലതല്ലായിരുന്നു. ഒരു 2 to 3 വീക്ക് നമുക്ക് ഒട്ടും
തന്നെ നല്ലതല്ലായിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 20 തൊട്ട് നല്ലൊരു റാലി വരാനും തുടങ്ങി. നമ്മളത് സ്മൂത്ത് ആയിട്ട് ക്യാച്ച് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഹിയർ വി ഗോ. സീ ഹിയർ റിലയൻസ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് സൂപ്പർബായിട്ട് 3000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇനി അത് സസ്റ്റെയിൻ ചെയ്ത് പോവുകയാണ് 3100 വരെയൊക്കെ നല്ല രീതിയിൽ ഒരു മൊമെന്റം തരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. നാളെ ലൈവ് ട്രേഡിൽ വരിക, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഇരുന്ന് ഏൺ ചെയ്യാം. അപ്പൊ മറക്കണ്ട, നാളെ രാവിലെ 9 മണി.